ഹായ് എസ്.എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുന്നൊരു വീഡിയോയിൽ ബോയ്സിൻ്റെ സൈക്കോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഗേൾസിൻ്റെ സൈക്കോളജിയാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് അറിയാത്ത കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കാനും കൂടി ശ്രമിക്കുക എങ്ങനെയാണ് ഗേൾസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഗേൾസ് സൈക്കോളജി എന്താണ്, എങ്ങനെയാണെന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ചില ബോയ്സ് എങ്ങനെയാണെന്ന് അറിയോ, ഇപ്പോൾ ഗേൾസിനോട് പോയി സംസാരിക്കണം അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യണം ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് അവരോട് ചെന്നിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിക്കും. അപ്പം ഇവരുടെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് ഗേൾസിനൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് വളരെ വലിയൊരു മണ്ടത്തരമാണ്. നിങ്ങൾ അവരോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഫ്ലോട്ട് ചെയ്യാനാണോ അതല്ലെങ്കിൽ അവരോടുള്ള ഇഷ്ടം കൊണ്ട് പോകുന്നതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഗേൾസിന് അത് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. പക്ഷെ അറിഞ്ഞ ഭാവം അവർ നടിക്കില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗേൾസിനെ മണത്തറിയാനുള്ള കഴിവുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരാൾ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലാണ് പെൺകുട്ടിയെ തന്നെ കാണുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യം സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അടുത്ത് നിന്ന് സംസാരിക്കുകയാണോ ഒന്ന് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് ഏത് രീതിയിലാണെന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഗേൾസിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അങ്ങനെ അവരോട് ഇങ്ങനെ കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചുകൊണ്ട് സംസാരിക്കാൻ പോകുന്ന ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ പെൺകുട്ടിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ അവരത് പ്രകടിപ്പിക്കാത്തതാണ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗേൾസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരാളോട് ഒരു ക്രഷ് തോന്നി അല്ലെങ്കിൽ ഒരു ഇഷ്ടമുണ്ട്, പ്രണയമുണ്ടെങ്കിൽ അവരുടെ ഓൾ ഡേയിൽ അവർ ആ ഒരു ക്രഷിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അവരെക്കുറിച്ച് കുറേ ചിന്തിക്കുന്നുണ്ടായിരിക്കും കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത്, എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യുമ്പോഴും ഉള്ളിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് അവർ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ബോയ്സിനേക്കാൾ കൂടുതലായിട്ട് ഫാന്റസി ആയിട്ടുള്ള ഡ്രീംസും കാര്യങ്ങളൊക്കെ ഈ ഗേൾസിന് കൂടുതലാണ്. അതായത് അങ്ങനെ ചിന്തിക്കുന്നത് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ കുറിച്ച് ഇത്തരത്തിലുള്ള കുറേ സ്വപ്നങ്ങൾ, ഫാന്റസി രീതിയിലുള്ള കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾ കാണാറുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും അങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പെൺകുട്ടികൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതും അവർ പുറത്ത് കാണിക്കാത്ത മറ്റൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇന്റലിജന്റ് ആയിട്ടുള്ള ഗേൾസ് സാധാരണ ഗേൾസിനേക്കാൾ കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുന്നവരാണ്. അതായത് ഇവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരും. കൂടുതലായിട്ട് ഏതൊരു കാര്യം കണ്ടു കഴിഞ്ഞാലും കൂടുതൽ റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഗേൾസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, അതായത് ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വളരെ സത്യസന്ധരായിട്ടുള്ളവരാണെന്നുള്ളത്. അവർ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളാണ്. സാധാരണ ഗേൾസിന് അങ്ങനെ വലിയ രീതിയിലുള്ള റിയാക്ഷൻ ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നവരുണ്ട്, പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ട്, പെട്ടെന്ന് സങ്കടം വരുന്നവരുണ്ട്, അങ്ങനെ ഓരോന്നിനും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്റലിജന്റ് ആയിട്ടുള്ള ഗേൾസ് മറ്റുള്ള ഗേൾസിനെ സംബന്ധിച്ച് കുറച്ച് കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഗേൾസ് എങ്ങനെയാണെന്ന് അറിയോ, ഇവർക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. ആ ഒരു ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം വരെ പോകാനായിട്ട് മനസ്സുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളാണ് പെൺകുട്ടികൾ എന്ന് പറയുന്നത്. ബോയ്സും അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഗേൾസ് അതിൽ കൂടുതലാണ്. അവർക്ക് ഈ ഒരു വാശി എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, കുറച്ച് കൂടുതലാണ്. അത് ഞാൻ നേടിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നേടിയെടുത്തിരിക്കും, ആ സാധനം എനിക്ക് വേണം, എനിക്ക് കിട്ടിയിരിക്കണം, ഇങ്ങനെയൊക്കെയാണ് ഗേൾസ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ മാരേജിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പറയാം, ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ പെൺകുട്ടികളുടെ വീട്ടിൽ ചിലപ്പോൾ അത് പ്രശ്നങ്ങളൊക്കെ ആവാറുണ്ട്. പൊതുവേ നമ്മൾ കാണാറുണ്ട്, ഫാമിലിക്ക് ഇഷ്ടപ്പെടാണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവാറുണ്ട്. പക്ഷെ എത്ര ഫാമിലിയിൽ പ്രശ്നമായാലും ചില പെൺകുട്ടികൾ, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും, എത്ര പ്രശ്നമായാലും അവർക്ക് എത്രത്തോളം വിഷമം അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ആ ഒരാളെ തന്നെ കിട്ടുള്ളൂ, അവർ തന്നെയാണ് എൻ്റെ ലൈഫ് പാർട്ണറായിട്ട് വേണ്ടതെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന പെൺകുട്ടികളുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അവരെ തന്നെ സ്വന്തമാക്കുന്ന ആളുകളുണ്ട്. അത് നമ്മളിങ്ങനെ ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ എത്ര വാശി കാണിച്ചിട്ടാണെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അത് നേടിയെടുക്കാൻ മനസ്സ് കാണിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി അത്രയും ശ്രമിക്കുന്ന ആളുകളാണ് പെൺകുട്ടികൾ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ സൈക്കോളജി പറയുകയാണെങ്കിൽ, ചില പെൺകുട്ടികൾ ഇങ്ങനെ ചൈൽഡിഷ് ആയിട്ട് പെരുമാറുന്നവരുണ്ട്. അതായത് കുട്ടികളെ പോലെ പെരുമാറുക, അങ്ങനെ ശ്രുതികൾ കാണിക്കുക, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ അവർ ചെയ്യുന്നത് ആരുടെ മുമ്പിലായിരിക്കും എന്നറിയോ, അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷന്റെ മുമ്പിലും മാത്രമായിരിക്കും. ഇത് കാണുന്ന പെൺകുട്ടികൾക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. നിങ്ങൾ അങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ മുമ്പിലാണോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ആയിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ആരാണ്, അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ അങ്ങനെ കാണിക്കുള്ളൂ. ഇപ്പം നമ്മളുടെ പാരൻസ് അല്ലാണ്ട്
നമ്മൾ പുറമെ ഇങ്ങനെ വേറൊരാളുടെ മുമ്പിൽ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് പരിചയമുള്ള ഒരാളുടെ മുമ്പിൽ വെച്ച് ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് പെരുമാറോ? ഇല്ല, അത് ഭയങ്കര മോശമായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. നമ്മളങ്ങനെ കാണിക്കുക ആരുടെ മുമ്പിലാണെന്ന് അറിയോ? നമുക്ക് അത്രയും സേഫ് ആയിട്ടുള്ള, നമ്മൾ അത്രയും സ്നേഹിക്കുന്ന, നമ്മളെ തിരിച്ചങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുള്ള ആ ഒരാളുടെ മുമ്പിൽ വെച്ച് മാത്രമേ നമ്മളത് അങ്ങനെ കാണിക്കുന്നുണ്ടാവുള്ളൂ. അതൊരു എന്താ പറയുക, സ്നേഹപ്രകടനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, സ്നേഹപ്രകടനമാണ്. അതേസമയം അവർ നമ്മളെ സ്നേഹിക്കണം എന്നുള്ളിലുള്ളൊരു ആഗ്രഹം കൊണ്ടൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പൊ ഇത്തരത്തില് ചൈൽഡിഷ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ മുമ്പിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവൾക്ക് നിങ്ങൾ അത്രയും ഇഷ്ടമാണ് എന്നുള്ളതാണ്. നിങ്ങൾ അതേപോലെ തിരിച്ച് ആ ഒരു ഇഷ്ടം കാണിക്കുക. അതേപോലെ തന്നെ അവൾ കാണിക്കുന്ന ആ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള കുറച്ച് പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് എൻജോയ് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സാധാരണ നമ്മൾ ഗേൾസിൽ കാണുന്ന സൈക്കോളജിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം പ്രണയിക്കുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിനപ്പുറത്തേക്ക് കുറേ സൈക്കോളജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നം കഴിഞ്ഞ് നിൽക്കുകയാണ്, ഇതുവരെ അത് റെഡി ആയിട്ടില്ല, അപ്പം ഞാൻ ഇനി എന്തപ്പം ചെയ്യാന്ന് പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ് എന്നൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടാവും. സോ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം, അതിനുള്ള സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്